നമ്മൾ കുറച്ച് ദൂരമൊക്കെ കാറൊക്കെ ഓടിച്ച് എറണാകുളത്ത് തന്നെ പുഴേരിയല്ല കുളത്തിനരിയെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുഴേരിയിലൊക്കെ ഇരുന്ന് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്രാവശ്യം ഒരു കുളത്തിനരിയിൽ ഇരുന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച എന്തെങ്കിലും അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയ സമയത്ത് ആഫ്രിക്കൻ കഥകൾ പറഞ്ഞില്ലേ, അപ്പോൾ ആഫ്രിക്കൻ തിലാപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുക. അതുകൂടാതെ തന്നെ ഈ കുളത്തിൽ നിന്ന് എന്തെങ്കിലും മീൻ പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പ്രിപ്പറേഷൻ ഉണ്ടാവും. പിന്നെ ആഫ്രിക്കൻ തിലാപ്പിയയുടെ കൂടെ തന്നെ ആഫ്രിക്കൻ കഥകൾ പറഞ്ഞ് മുഴുവനാക്കാതെ വിട്ടിരുന്നു. ആ ആഫ്രിക്കൻ കഥകളും നമുക്ക് ചെയ്യാം. വാ. ഞാനേ ഇവിടെ ഒരു ചെറിയ വീഡിയോ ചെയ്യാനായിട്ട് വന്നാ. അപ്പൊ അമ്മച്ചിയുടെ വീഡിയോ കൂടെ എടുത്തോട്ടെ എന്നാ ചോദിച്ചത്. പേരെന്നാ പറഞ്ഞേ? അന്നക്കുട്ടി. ആ, ഇത് ഈ വീട്ടിലെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പേര് അന്നക്കുട്ടി അമ്മച്ചി. എനിക്കുണ്ടായിരുന്ന ഒരു അമ്മച്ചി ഇതുപോലെ. അമ്മച്ചി മരിച്ചുപോയി. സാറാമ്മയെന്നായിരുന്നു അമ്മച്ചിയുടെ പേര്. ശരി അമ്മച്ചി. ഇതാണ് ഹാഷ്മിയുടെ ഒരു ചേട്ടൻ, ഹിരൺ ചേട്ടൻ. ഹിരൺ ചേട്ടൻ്റെ കൂടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തൃപ്പേക്കുളം ഷാപ്പിൽ നമ്മൾ പോയി. അന്ന് ഓർക്കുന്നില്ലേ? അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ കണ്ടേക്കണം. പിന്നെ ഹിരൺ ചേട്ടൻ്റെ അനിയൻ ബൽരാജ്. ബൽരാജ് പുള്ളിയുടെ വീടിൻ്റെ അടുത്താണ് ഈ സംഭവം. പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ് ബാബുവേട്ടൻ. ബാബുവേട്ടാ വാ. നമ്മൾ വന്നിരിക്കുന്നത് ബാബുവേട്ടൻ്റെ വീട്ടിലാണ്. ബാബുവേട്ടൻ മീൻപിടുത്തത്തിന്റെ ഉസ്താദാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു നല്ലൊരു കുളമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മീനൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ കറിയോ വറപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബാ. അപ്പൊ നമുക്ക് കുറച്ച് കരിമീനൊക്കെ കിട്ടി. അതുകൂടാതെ ഞാൻ 3 തിലാപ്പിയെ പാക്ക് ചെയ്തുകൊണ്ട് പോന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ വെട്ടി ഫ്രിഡ്ജിനകത്താക്കിയിരുന്നു. കാരണം ആഫ്രിക്കൻ കഥയിൽ തിലാപ്പിയ ഒരു പ്രധാന താരമാണ്. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ യുഗാണ്ടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ് വിക്ടോറിയ ലേക്ക്. വിക്ടോറിയ ലേക്കിൽ വളരെയധികമുള്ള ഒരു സാധനമാണ് തിലാപ്പിയ. നല്ല വലിപ്പമുള്ള തിലാപ്പിയ കിട്ടും. അതിനെ അവർ പിടിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കഴുകി അതിൻ്റെ ചെതുമ്പിലൊക്കെ കളഞ്ഞ് ഡയറക്റ്റ് ചുട്ടെടുക്കും. നമ്മൾ ആ രീതിയിലല്ല ചെയ്യുന്നത്. ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയാണ് ചെയ്യുക. ഇപ്രാവശ്യം ഞങ്ങളുടെ ആഫ്രിക്കൻ തിലാപ്പിയ മാത്രമല്ല, കൽപ്പിത ഒരു ബംഗാളി ഡിഷും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഡിഷിൻ്റെ പേര്? കിച്ചടി. കിച്ചടി എന്ന് പറയുമ്പോഴത്തേന് മലയാളികളുടെ കിച്ചടിയാണോ? അല്ലല്ലോ. അതെ, മലയാളികളുടെ കിച്ചടിയല്ല കേട്ടോ, നമ്മുടെ കിച്ചടിയല്ല. ബംഗാളികൾ കിച്ചടി എന്ന് പറയുന്നത് നമ്മുടെ പൊങ്കൽ പോലത്തെ ഒരു ഐറ്റമാണ്. അതിനകത്ത് വെജിറ്റബിൾസും ചോറും പരിപ്പും എല്ലാം കൂടെ ചേർത്താണ് ചെയ്യുക. ഈ കിച്ചടി എന്ന് പറയുന്ന സാധനം ബംഗാളിൽ കുറേ വെജിറ്റബിൾസും കുറച്ചേറെ ചോറ് അരിയും പരിപ്പും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് നെയ്യും ഒക്കെ ചേർത്ത്. അപ്പോൾ കൽപ്പിത ഉണ്ടാക്കുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 2 വെജിറ്റബിളേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ വഴിയരിയിലല്ലേ, വഴിയരിയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ തക്കാളി ഉണ്ട്, നെയ്യ് ഏതായാലും ചേർക്കുന്നുണ്ട്. പരിപ്പെന്ന് പറയുന്നത് ചെറുപയർ പരിപ്പും നല്ല വാസനയുള്ള ഏതെങ്കിലും അരിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിവിടെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന അരിയാന്നാ പറഞ്ഞേ, സ്പെഷ്യൽ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ
കൈമ എന്ന് പറയുന്ന ആ അരി അതുപോലെ തന്നെ ഇരിക്കും, ഏകദേശം അതുപോലെ ഇരിക്കും. അവരുടെ ബംഗാളിലെയാന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര വാചകമാണ്. ഇത് കണ്ടോ, ഏകദേശം കൈമ പോലെ തന്നെയാണ് കാണാനായിട്ട്. പക്ഷെ അരിക്കൊരു നല്ല വാസനയുണ്ട്, ഒരുമാതിരി നല്ല വാസനയുണ്ട്. അത് നമ്മുടെ കൈമ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ. അപ്പൊ അതിലേതെങ്കിലും ഒരു വെറൈറ്റി പോലെ ഞാൻ അങ്ങനെ പറയും. ആ, എന്ത് ഭോഗാണ് ഇത്. കിച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമാണ് ഉപ്പ് ചേർക്കേണ്ടത്, തുടക്കത്തിലേ ചേർക്കരുത് അല്ലേ? കാരണം തുടക്കത്തിലേ ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പും ചോറുകൂടെ നന്നായിട്ട് വേവില്ല. ഇത് കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്ന ആഫ്രിക്കൻ കഥകൾ ഞങ്ങൾ യുഗാണ്ടയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പോൾ യുഗാണ്ട എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മുടെ പഴയ കേരളത്തിൻ്റെ ആ ലുക്കാണ്, ഭയങ്കര സൗന്ദര്യമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം 2008 ചെന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്നേരത്തെ കുറച്ച് ഫുട്ടേജ് ഉണ്ട് എൻ്റെ കയ്യിൽ. അവിടെ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ടേ ആഫ്രിക്കയിൽ പോകണം. ഞങ്ങളിവിടെ കാസിരംഗയിൽ കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റ് പോയിരുന്നു. അപ്പം നമ്മൾ കാണ്ടാമൃഗമാണോ? അതെ, അല്ലല്ല കാണ്ടാമൃഗം, അതെ കാണ്ടാമൃഗം. അപ്പോൾ കാണ്ടാമൃഗത്തെ നമ്മൾ കണ്ടു അവിടെ. പക്ഷെ അത് 1-2 എണ്ണം, 3-4 എണ്ണം അത്രേ കണ്ടുള്ളൂ. അതും വളരെ ദൂരത്താണ്. പക്ഷെ ആഫ്രിക്കയിൽ നമ്മളിങ്ങനെ ഇതിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, സഫാരിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാം. ജിറാഫ്, കാണ്ടാമൃഗത്തിനെയും കണ്ടിട്ടുണ്ട്, സിംഹം, ആന, ഭയങ്കര ഫീലാണ്. ആ ഫൂട്ടേജാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ കഥ ഞാൻ ഫൂട്ടേജിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ആഫ്രിക്കയിലെ തിലാപ്പിയ പ്രിപ്പറേഷനാണ്. അവർ അധികം മസാലകളൊന്നും ചേർക്കാറില്ല. ഉപ്പ് ചേർക്കും, ചിലപ്പോഴാണെങ്കിൽ മുളക് ചേർക്കും. അങ്ങനെ മുളക് ചേർത്ത് കഴിക്കണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധമില്ല. മുളകൊന്നും അധികം ചേർക്കാതെ കഴിക്കുന്ന കൂട്ടത്തിലാണ് അവർ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇതാണ് അവർ സാധാരണ ചേർക്കുന്നത്. നമ്മളും ഏകദേശം അതുപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ഈ തിലാപ്പിയ മീൻ ഇവിടെ നിന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നു. തിലാപ്പിയയുടെ കൂടെ തന്നെ നമ്മൾ ഇവിടുന്ന് പിടിച്ച കരിമീനുമുണ്ട്. നമ്മൾ കരിമീനിന് മസാല ചേർക്കുമ്പോൾ ഒരു സ്വല്പം കുരുമുളകും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. കാരണം കരിമീൻ ഒരു സ്വല്പം കുരുമുളകും കൂടെ ചേർത്താലേ അതിൻ്റെ രുചി ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ ആഫ്രിക്കയിലായിരുന്ന സമയത്ത് മർച്ചിസൺ ഫോൾസ് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിൽ പോയി. കിടിലൻ അനുഭവമായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കമ്പലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കമ്പാല യുഗാണ്ടയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ അവിടുന്ന് ഒരു ടോപ്പ് ഓപ്പൺ വാനിലാണ് അവിടുന്ന് റെൻ്റ് എടുത്തുകൊണ്ട് പോയത്. പോകുന്ന വഴികളൊക്കെ രസമായിരുന്നു. നാഷണൽ പാർക്കിൽ കയറിയിട്ട് ശരിക്കും നമ്മുടെ മർച്ചിസൺ ഫോൾസ് നാഷണൽ പാർക്ക് കയറിയിട്ട് ശരിക്കും നമ്മുടെ ആഫ്രിക്കയുടെ ഒരു ഫീല് നമുക്ക് കയറുമ്പോൾ തന്നെ. നിങ്ങൾ പോയിട്ടില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫീൽ എന്താണ്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം കാണാൻ പോകുന്നത് മർച്ചിസൺ ഫോൾസ് തന്നെയാണ്. ഫോൾസ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ആതിരപ്പള്ളി പോലത്തെ ഏറ്റവും വലിയ ഫോൾസാണ്. പക്ഷേ ആതിരപ്പള്ളി പോലെയൊന്നുമല്ല, അതിലും ചൂടെ കിടിലനാണ് എക്സ്പീരിയൻസ്. അവിടെ ആതിരപ്പള്ളി നല്ല വീതിയിൽ ഇങ്ങനെ വെള്ളം ചാടി പോവുക. ഇത് വീതിയില്ല. നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ്. അപ്പോൾ അതിങ്ങനെ ഒഴുകി ഒരു പ്രത്യേക സ്ഥലം ഈ മർച്ചിസൺ ഫോൾസിൻ്റെ അവിടെ വരുമ്പോഴത്തേന്
അത് ചെറുതായിട്ട് ചെറിയൊരു ഇടുക്കിനകത്തൂടെ ഇങ്ങനെ ഞെരുങ്ങി പിടിച്ചാണ് താഴോട്ട് ചാടി വരുന്നത്. അത് കാണുമ്പം തന്നെ ഉണ്ടല്ലോ മോനെ, അതൊരു വല്ലാത്ത ഫീലാണ്. അതിൻ്റെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ദേഹത്തോട്ട് അടിച്ച് കയറുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ രാത്രിയിൽ തങ്ങി നാഷണൽ പാർക്കിനകത്ത്. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ താമസിക്കുന്നത് ടെൻറ്റിലായിരുന്നു. അവിടെ നിന്ന് നാഷണൽ പാർക്കിനകത്ത് സഫാരിക്കായിട്ട് പോയി. അപ്പോൾ സഫാരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈൽ നദി ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആ നൈൽ നദി ക്രോസ് ചെയ്യുന്നതും അന്നേരം ഞാൻ ആദ്യമായിട്ട് ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നത്. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. ഈ എസ്കേപ്പ് അറ്റ് കാടിൻ്റെ യാത്രാ വിവരണത്തിലൊക്കെ നീർക്കുതിരകൾ മുക്രയിടുന്നത് ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നൈൽ നദി ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ കണ്ടാൽ മതി, ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ സമയമായി. തിലാപ്പിയ നമ്മൾ കൊണ്ടുവന്ന പാൻ ഒരു സ്വല്പം ചെറുതായിപ്പോയി. തിലാപ്പിയ അതിലും വലുതാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. പതുക്കെ എടുക്കണം കേട്ടോ. പതുക്കെ എടുത്തില്ലെങ്കിൽ അതിൻ്റെ ദശയെല്ലാം അടന്നു പോരും. ചെറുതായിട്ടൊന്ന് താഴെ അടന്നു, പക്ഷെ കുഴപ്പമില്ല, സംഭവം റെഡിയാണ്. കരിമീൻ ചെറുതായതുകൊണ്ട് 2 3 ഇടാമെന്ന് തോന്നുന്നു കേട്ടോ. 3 4 ഇടാം. എടുക്കാമല്ല കഴിക്കാം. ചെയ്തു, ചേട്ടന്മാരും ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളും ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കരിമീനെ എടുത്തിട്ടുണ്ട്, ഒരു തിലാപ്പിയ എടുത്തിട്ടുണ്ട്. ഷാൽവി, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മുടെ തിലാപ്പിയയും അതുപോലെ തന്നെ കിച്ചടിയും ഇവരോടൊന്ന് അഭിപ്രായം ചോദിക്കാം. ചേട്ടാനിയനുണ്ട്, ചേട്ടാനിയന്മാർ, അതുപോലെ തന്നെ ബാബുവേട്ടനുണ്ട്. അടിപൊളിയാണോ? അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. അത് നല്ലതാണോ? ഓ, അപ്പൊ നമ്മുടെ മീൻ അഴുക്കാണ്. നല്ല ചൂടായിരുന്നു, ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മോളോട് ചോദിക്കാം എങ്ങനെയുണ്ട് സംഭവം. ഏതാ കൂടുതൽ ഇഷ്ടം? വലിയ മീനെയാണോ ചെറിയ മീനെയാണോ? ഇതാണോ? രണ്ടാമത് എന്നാണോ ഇഷ്ടപ്പെട്ടെ? ആക്ക് കരിമീനാണ് ഇഷ്ടം. തിലാപ്പിയ വേണ്ട, കരിമീൻ മതി. അവൾ തനി മലയാളിയാണ്. തിലാപ്പിയ ഒന്നും വേണ്ട, കരിമീൻ പൊള്ളിച്ചതാണ് അവൾക്ക് വേണ്ടത്. പൊള്ളിച്ചതല്ല, വറുത്തത്. ഇനി ഭാര്യയോട് ചോദിക്കാം. ഇവള് ബംഗാളിയാണ്, നമ്മുടെ കൂടെ ഒന്നും നിൽക്കാൻ സാധ്യതയില്ല. ഇത് കരിമീൻ. അപ്പൊ ഏതായാലും കരിമീൻക്ക് ജയ് ഹോ.
ഇനിയിപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങളവിടെ നില്ല്. കിച്ചടി ചെയ്യേ? ആ ഓക്കെ, കിച്ചടി വേണമെന്ന്. അപ്പം കിച്ചടിയും കൂടെ കൊടുക്കാം. കിച്ചടി അടിപൊളി. ആദ്യം കരിമീൻ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല, അതാ പറയാൻ വന്നത്. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തിലാപ്പിയ ഒന്ന് കഴിച്ചു നോക്കാം. വ്യത്യാസമുണ്ട്. കരിമീൻ ഇപ്പം പിടിച്ചതാണ്. പക്ഷേ തിലാപ്പിയ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന് വെട്ടി വെച്ചിരുന്നത്. തിലാപ്പിയ കുഴപ്പമില്ല, പക്ഷെ കരിമീനാണ് അടിപൊളി. ഈ ചുറ്റിട്ട് നിന്ന് ഭാര്യയുടെയും പിള്ളേരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഫീലാണ്. ഉണ്ടാക്കി കഴിക്കുക. കിച്ചടി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ. നമ്മൾ സോമാലിയയിലായിരുന്നപ്പം സോമാലിയയുടെ ഫുഡേ ഇല്ല, അത് കൂടുതൽ കഥ പറയാൻ പറ്റില്ല. ഏതായാലും സോമാലിയയിലായിരുന്നപ്പം കൽപ്പിത്തെ കൊണ്ട് ഞാൻ സ്ഥിരം ഉണ്ടാക്കിക്കുന്ന സാധനമായിരുന്നു ഈ കിച്ചടി. സോമാലിയയിൽ അവരുടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴത്തേന് കിച്ചടിയും മീൻ വറുത്തത്, നല്ല മുഴുത്ത മീൻ കിട്ടുമായിരുന്നു അവിടെ. സാധാരണ കിട്ടുന്ന ട്യൂണയായിരുന്നു, എന്നാലും കിങ് ഫിഷ് കിട്ടുമായിരുന്നു, നമ്മുടെ നെയ്മീൻ. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇനിയും ഞങ്ങളുടെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ കിണികിണി ഒന്ന് ഞെക്കിയേക്കണം, എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പുതിയ വീഡിയോ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളവിടെ എപ്പോഴും ഉണ്ടാകുക. ഞങ്ങൾ ഫുഡ് കഴിക്കും. നമ്മൾ ഇവിടെ വന്നിട്ട് മീനൊക്കെ വറുത്ത് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് ചേട്ടൻ പറഞ്ഞത് നല്ല ഒന്നാം തരം കരിക്കുണ്ട്, തെങ്ങും തോപ്പാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കരിക്കും വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കരിക്കാം അല്ലേ? കേട്ടാ, നല്ല ഇളവൻ കരിക്കാണ്. അപ്പോ നമുക്ക് കരിക്ക് കിട്ടിയിട്ടുണ്ട്. കരിക്കൊന്ന് കുടിക്കാം. Baby, how is it? Super.